ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 7/5/84. മുരളി ഡേറ്റ് 14/4/2019. മുരളി സാരം. ബാലൻസ് रखने से ही ബ്ലെസ്സിങ് की പ്രാപ്തി. ബാലൻസ് വയ്ക്കുന്നതിലൂടെയാണ് അനുഗ്രഹങ്ങളുടെ പ്രാപ്തി ഉണ്ടാവുക. आज प्रेम स्वरूप याद स्वरूप बच्चों को प्रेम और याद का रिटर्न देने के लिए प्रेम के सागर बाप इस प्यार की महफिल बीच आए हैं. ഇന്ന് പ്രേമസ്വരൂപരും ഓർമ്മയുടെ സ്വരൂപങ്ങളായ കുട്ടികളുടെ സ്നേഹത്തിൻ്റെയും ഓർമ്മയുടെയും റിട്ടേൺ നൽകുന്നതിനായി സ്വയം പ്രേമസാഗരനായ ബാബ ഈ സ്നേഹത്തിൻ്റെ സഭയിലേക്ക് വന്നിരിക്കുകയാണ്. ये रूहानी प्यार की महफिल रूहानी संबंध की मिलन महफिल है. ഈ ആത്മീയ സ്നേഹത്തിൻ്റെ സഭ ആത്മീയ സംബന്ധത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ സഭയാണ്. जो सारे कल्प में अब ही अनुभव करते हो. മുഴുവൻ കൽപ്പത്തിലും ഈ സമയം മാത്രമാണ് ഇത് അനുഭവം ചെയ്യുന്നത്. सिवाय इस एक जन्म के और कभी भी रूहानी बाप का रूहानी प्यार मिल ना सके. ഈ ഒരു ജന്മം കൂടാതെ മറ്റൊരു ജന്മത്തിലും ആത്മീയ ബാബയുടെ ആത്മീയ സ്നേഹം നേടുവാൻ സാധ്യമല്ല. ये रूहानी प्यार रूहों को सच्ची राहत देता है. ഈ ആത്മീയ സ്നേഹം തന്നെ ആത്മാക്കൾക്ക് സത്യമായ ആശ്വാസം നൽകുന്നു. സച്ചി റാഹ് ബതാത്താ ഹെ. സത്യമായ മാർഗം കാണിക്കുന്നു. സച്ചി സർവപ്രാപ്തി കരാത്താ ഹെ. സത്യമായ സർവപ്രാപ്തികളും ഉണ്ടാക്കിക്കുന്നു. ऐसे कभी संकल्प में भी आया था कि इस साकार सृष्टि में इस जन्म में और ऐसी सहज विधि से ऐसे आत्मा परमात्मा का रूहानी मिलन सन्मुख होगा. എപ്പോഴെങ്കിലും സങ്കല്പത്തിലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവോ ഈ തരത്തിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ ആത്മാവും പരമാത്മാവുമായുള്ള ഇത്രയും സഹജമായ ഒരു ആത്മീയ കൂടിക്കാഴ്ച സന്മുഖത്തിൽ ഉണ്ടാകുമെന്ന്. जैसे बाप के लिए सुना था कि ऊंचे ते ऊंचा बहुत तेजोमय बड़े ते बड़ा है, वैसे ही मिलने की विधि भी मुश्किल और बड़े अभ्यास से होगी. ये सोचते सोचते ना उम्मीद हो गए थे, लेकिन बाप ने ना उम्मीद बच्चों को उम्मीदवार बना दिया. ഏതുപോലെ നാം ഭക്തിയിൽ ബാബയെക്കുറിച്ച് അഥവാ ഭഗവാനെക്കുറിച്ച് കേട്ടിരുന്നു. ഭഗവാൻ വളരെയധികം തേജോമയനാണ്, സർവോച്ചനാണ്, സർവശ്രേഷ്ഠനാണെന്ന്. ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള അഥവാ കണ്ടെത്തുവാനുള്ള മാർഗം വളരെയധികം കഠിനവും പ്രയാസവുമാണ്, അഥവാ സാധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേക്കുറിച്ച് ചിന്തിച്ച് നാം എല്ലാവരും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ബാബ ഈ സമയത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നാം കുട്ടികളിൽ പ്രതീക്ഷകൾ ഉണർത്തി പ്രതീക്ഷ ഉള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. ദിൽഷിക്കസ്ത് ബच्चों को ശക്തിശാലി ബനാ ദിയ. മനപ്രയാസപ്പെട്ട് മനം തളർന്നു പോയ കുട്ടികളെ ശക്തിശാലികളാക്കി മാറ്റുന്നു. കബ് മിലേഗ वो अब मिलने का अनुभव करा दिया. എപ്പോഴാണ് ഭഗവാനുമായി കണ്ടുമുട്ടുവാൻ കഴിയുക എന്നതിനെ ഇപ്പോൾ തന്നെ ബാബ ആ മിലനത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. സാരേ പ്രോപ്പർട്ടി കാ അധികാരി ബനാ ദിയ. മുഴുവൻ സമ്പത്തിൻ്റെയും അധികാരിയാക്കി മാറ്റി. अभी अधिकारी आत्माएं अपने अधिकार को जानते हो ना. ഇപ്പോൾ അധികാരികളായ ആത്മാക്കളെ നിങ്ങൾക്ക് തൻ്റെ അധികാരത്തെക്കുറിച്ച് അറിവില്ലേ? अच्छी तरह से जान लिया है व जानना है.
നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയവരാണോ അഥവാ ഇനി മനസ്സിലാക്കാനുണ്ടോ? आज बाप दादा बच्चों को देख रूह रिहान कर रहे थे कि सभी बच्चों को निश्चय भी सदा है, प्यार भी है, याद की लगन भी है, सेवा का उमंग भी है, लक्ष्य भी श्रेष्ठ है. ഇന്ന് ബാപ്ദാദ മക്കളെ കണ്ടുകൊണ്ട് ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. അതായത് എല്ലാ കുട്ടികളിലും നിശ്ചയവും സദാ ഉണ്ട്, ബാബയോടുള്ള സ്നേഹവും സദാ ഉണ്ട്, ഓർമ്മയുടെ ലഹരിയുമുണ്ട്, സേവയുടെ ഉണർവുത്സാഹവുമുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്യവും വളരെ ശ്രേഷ്ഠമാണ്. കിസി സേ ഭി പൂച്ചെങ്കെ ക്യാ ബന്നാ ഹെ, ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് ആകാൻ ആഗ്രഹിക്കുന്നത്? തോ സബി കഹെങ്കെ ലക്ഷ്മി നാരായൺ ബന്നെ വാലേ ഹെ. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഉത്തരം ഇതാണ്, ലക്ഷ്മി നാരായണനാകണം. രാം സീത കൊയ് നഹി കേത്തെ, അല്ലാതെ ആരും തന്നെ രാമസീതയാകണം എന്ന് പറയാറില്ല. 16,000 की माला भी दिल से पसंद नहीं करते. 16,000 മണികളുടെ മാല പോലും ആരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. 108 की माला के मन के बनेंगे. 108 മണികളുടെ മാലയിലെ മണികളാകാനാണ് ആഗ്രഹിക്കുന്നത്. യഹി ഉമ്മങ് സബി കോ റഹ്താ ഹെ, ഇതേ ഒരു ഉത്സാഹമാണ് എല്ലാവരിലും കാണപ്പെടുന്നത്. सेवा में पढ़ाई में हर एक अपने को किसी से भी कम योग्य नहीं समझते. സേവയിലും പഠിത്തത്തിലും ആരും തന്നെ ആർക്കും കുറവല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. फिर भी सदा एकरस स्थिति, सदा उड़ती कला की अनुभूति. എന്നിരുന്നാലും സദാ ഏകരസസ്ഥിതി, സദാ പറക്കും കലയുടെ അനുഭൂതി, സദാ ഏകമേ സമായേ ഹുയെ, സദാ ഒരു ബാബയിൽ തന്നെ സമാവേശമായിരിക്കുന്ന സ്ഥിതി. ദേഹ ദേക്കി അല്പകാൽ കി പ്രാപ്തിയോ കെ സദാ ന്യാരെ, ദേഹവും ദേഹത്തിൻ്റെ അല്പകാലീന പ്രാപ്തികളിൽ നിന്നും വേറിട്ടിരിക്കുന്ന സ്ഥിതി. വിനാശി സുദ്ബുദ് ഭൂലെ ഹുയേ ഹോ, ഐസി സദാ കി സ്ഥിതി അനുഭവ കർനെ മേ നമ്പർവാർ ഹോ ജാത്തെ. ഏ ക്യോ? വിനാശിയായ ചുറ്റുപാടുകളുടെ ബോധത്തെ മറന്ന് അത്തരത്തിൽ സദാസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിൽ നമ്പർവാറാകുന്നു. അത് എന്തുകൊണ്ടാണ്? ബാപ്ദാദ ഇസ്കാ വിശേഷ കാരൺ ദേഖ് രഹേ തെ. ബാപ്ദാദ ഇതിൻ്റെ വിശേഷ കാരണത്തെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ക്യാ കാരൺ ദേഖാ? ബാപ്ദാദ കണ്ടെത്തിയ കാരണങ്ങൾ എന്താണ്? ഏകി ശബ്ദ കാ കാരൺ ഹെ. ബാപ്ദാദ പറയാണ്, ഒരേ ശബ്ദമാണ് ഇതിനെല്ലാം കാരണം. സബ് കുച്ച് ജാനത്തെ ഹെ ഓർ സബ് കുച്ച് സബ്കോ പ്രാപ്തി ഭി ഹെ. എല്ലാവർക്കും എല്ലാം അറിയാം, അതുപോലെ എല്ലാവർക്കും എല്ലാം പ്രാപ്തമായിട്ടുമുണ്ട്. വിധി കാ ഭി ജ്ഞാൻ ഹെ, സിദ്ധി കാ ഭി ജ്ഞാൻ ഹെ. അതായത് വിധിയുടെ അറിവുമുണ്ട്, അത് നേടുന്ന സിദ്ധിയുടെ അറിവുമുണ്ട്. കർമ്മ ഓർ ഫൽ ദോനോ കാ ജ്ഞാൻ ഹെ. കർമ്മത്തിൻ്റെയും ഫലത്തിൻ്റെയും രണ്ടിൻ്റെയും ജ്ഞാനമുണ്ട്. ലേക്കിൻ സദാ ബാലൻസ് രഹന നഹി ആത്ത. എന്നാൽ സദാ ബാലൻസായിരിക്കുവാൻ അറിയുന്നില്ല. യെ ബാലൻസ് കി ഈശ്വരീയ നീതി സമയ പർ നിഭാനെ നഹി ആത്തി. ഈ സന്തുലന അവസ്ഥ ഈശ്വരീയ നീതിക്കനുസരിച്ച് അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല. इसलिए हर संकल्प में, हर कर्म में बाप दादा तथा सर्वश्रेष्ठ आत्माओं की श्रेष्ठ आशीर्वाद ब्लेसिंग प्राप्त नहीं होती. അതുകൊണ്ട് തന്നെ ഓരോ സങ്കല്പത്തിലും ഓരോ കർമ്മത്തിലും ബാപ്ദാദിയുടെയും ശ്രേഷ്ഠ ആത്മാക്കളുടെയും ശ്രേഷ്ഠമായ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. മെഹനത് കർണി പഡ്തി ഹെ. അതിനായി പരിശ്രമിക്കേണ്ടതായി വരുന്നു.
സഹജ് സഫലത അനുഭവ നഹി ഹോത്തി. സഹജമായ സഫലതയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. കിസ് ബാത് കാ ബാലൻസ് ഭൂൽ ജാത്തെ ഹെ. ബാപ്ദാദ ചോദിക്കാണ്, ഏത് കാര്യത്തിൻ്റെ ബാലൻസാണ് നാം മറന്നു പോകാറുള്ളത്? ഏക് തോ യാദോ സേവ. ഒന്ന് ഓർമ്മ, പിന്നീട് സേവയുടെ ബാലൻസ്. യാദ് മേ രഹ് സേവ കർന യഹേ യാദോ സേവ കാ ബാലൻസ്. ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് സേവനം ചെയ്യുക എന്നത് തന്നെയാണ് ഓർമ്മ, പിന്നീട് സേവയുടെ ബാലൻസ്. ലേക്കിൻ സേവാ മേ രഹ് സമയ പ്രമാൺ യാദ് കർന, സമയ മില യാദ് കിയ നഹി തോ സേവ കോ ഹി യാദ് സമജ്ന, ഇസ്കോ കഹാ ജാത അൺബാലൻസ്. എന്നാൽ സേവയിലിരിക്കുമ്പോൾ സമയമനുസരിച്ച് ബാബയെ ഓർമ്മിക്കുക, സമയം കിട്ടുമ്പോൾ ബാബയുടെ ഓർമ്മയിലിരിക്കുക, അഥവാ സേവനം തന്നെയാണ് ഓർമ്മ എന്ന് കരുതുന്നത്, ഇതെല്ലാം തന്നെ ഇൻബാലൻസ് ആകുന്നു. സിർഫ് സേവ ഹി യാദ് ഹെ ഔർ യാദ് മേ ഹി സേവ ഹെ. കേവലം സേവ തന്നെയാണ് ഓർമ്മ, പിന്നീട് ഓർമ്മയിൽ തന്നെയാണ് സേവനം. ये थोड़ा सा विधि का अंतर सिद्धि को बदल लेता है. വിധിയിലെ ഈ അല്പമാറ്റം തന്നെയാണ് സിദ്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. फिर जब रिजल्ट पूछते कि याद की परसेंटेज कैसी रही तो क्या कहते. എപ്പോഴാണോ റിസൾട്ടിൽ ചോദ്യം വരുന്നത് ഓർമ്മയുടെ ശതമാനം എത്ര ഉണ്ടായിരുന്നു, അപ്പോൾ എന്താണ് ഉത്തരം പറയാറുള്ളത്? सेवा में इतने बिजी थे कोई भी बात याद नहीं थी. സേവയിൽ അത്രത്തോളം ബിസി ആയിരുന്നു, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല. സമയ ഹി നഹി താ യാ കേത്തെ സേവാ ബി ബാപ് കി ഹി തി ബാപ് തോ യാദ് ഹി താ. ഒന്നില്ലെങ്കിൽ സമയമില്ലായിരുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ഇതെല്ലാം ബാബയുടെ സേവ തന്നെയല്ലേ, ബാബയുടെ ഓർമ്മ അതിൽ തന്നെ ഉണ്ടാകുന്നു. ലേക്കിൻ ജിतना सेवा में समय और लगन रही उतना ही याद की शक्तिशाली अनुभूति रही. എന്നാൽ എത്രത്തോളം സേവയിൽ സമയവും താല്പര്യവും ഉണ്ടായിരുന്നുവോ അത്രയും സമയം ഓർമ്മ ശക്തിശാലിയായിരുന്നുവോ. ജിतना सेवा में स्वमान रहा उतना ही निर्माण भाव रहा. എത്രത്തോളം സേവയുടെ സ്വമാനമുണ്ടായിരുന്നു അത്രത്തോളം നിർമ്മാണത ഉണ്ടായിരുന്നുവോ. ये बैलेंस रहा. ഈ ബാലൻസ് ഉണ്ടായിരുന്നുവോ. बहुत बड़ी बहुत अच्छी सेवा की ये स्वमान तो अच्छा है. വളരെ വലിയ നല്ല രീതിയിൽ സേവനം ചെയ്തു എന്ന ഈ സ്വമാനം ഉത്തമം തന്നെ. ലേക്കിൻ ജിतना स्वमान उतना निर्माण भाव रहे. എന്നാൽ എത്രത്തോളം സ്വമാനം അത്രത്തോളം വിനയഭാവം ഉണ്ടായിരുന്നുവോ. കരാവൻ ഹാർ ബാപ്നെ നിമിത്ത് ബൻ സേവ കരായി. ചെയ്യിപ്പിക്കുന്നവനായ ബാബ നിമിത്തമായി നിങ്ങളിലൂടെ ആ സേവനം ചെയ്യിപ്പിച്ചു. യഹേ നിമിത്ത് നിർമ്മാൺ ഭാവ്. ഇത് തന്നെയാണ് നിമിത്തവും നിർമ്മാണഭാവവും. അച്ഛ സദാ ഹർ കർമ്മേ ബാലൻസ് റക്കനെ വാലെ. സദാ ഓരോ കർമ്മത്തിൽ ബാലൻസ് വയ്ക്കുന്നവർ. സദാ ബാബ് ദ്വാര ബ്ലെസ്സിങ് ലേനെ വാലെ. സദാ ബാബയിലൂടെ അനുഗ്രഹങ്ങൾ നേടുന്നവർ. ഹർ കർമ്മമേ ഉടുത്തി കലാക്ക അനുഭവ കർണേ വാലെ. ഓരോ ചുവടിലും പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യുന്നവർക്ക്. സദാ പ്യാർ കെ സാഗർ മേ സമായേ ഹുയേ. സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക്. സമാൻ സ്ഥിതി മേ സ്ഥിത് രഹനെ വാലെ. സമാന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർക്ക്. പദമാപദം ഭാഗ്യവാൻ ശ്രേഷ്ഠാത്മാവോं को बाप दादा का याद प्यार और नमस्ते. പതിമടങ്ങ് ഭാഗ്യവാനായ ശ്രേഷ്ഠാത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ. व्यर्थ व डिस्टर्ब करने वाले बोल से मुक्त ഡബിൾ ലൈറ്റ് അവ്യക്ത ഫരിസ്താഭവ്. വ്യർത്ഥതയിൽ നിന്നും അഥവാ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന വാക്കുകളിൽ നിന്നും മുക്തനായി
ഡബിൾ ലൈറ്റ് അവ്യക്ത ഫരിസ്തയായി ഭവിക്കൂ. വിശദീകരണം. अव्यक्त फरिश्ता बनना है तो व्यर्थ बोल जो किसी को भी अच्छे नहीं लगते उन्हें सदा के लिए समाप्त करो. അവ്യക്ത ഫരിസ്തയാകണമെങ്കിൽ ഏതാണോ വ്യർത്ഥമായ വാക്കുകൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തത് അത്തരത്തിലുള്ളതിനെ സദാകാലത്തേക്ക് ഇല്ലാതാക്കൂ. बात होती है दो शब्दों की लेकिन उसे लंबा करके बोलते रहना ये भी व्यर्थ है. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നിസാരമായ രണ്ട് വാക്കുകളിലൂടെ ആയിരിക്കാം. എന്നാൽ അതിനെ വലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതും കൂടി വ്യർത്ഥതയാകുന്നു. जो 4 शब्दों में काम हो सकता वो 12-15 शब्दों में नहीं बोल. 4 ശബ്ദങ്ങളിലൂടെ തീർക്കുന്ന കാര്യങ്ങളെ വലിപ്പിച്ച് 12-15 ശബ്ദങ്ങൾ ഉണ്ടാക്കി പറയരുത്. കം ബോലോ ധീരെ ബോലോ ये സ്ലോഗൻ ഗലെ മേ ഡാൽക്കർ രഖോ. കുറച്ച് സംസാരിക്കുക, മെതുവെ സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, ഈ മുദ്രാവാക്യത്തെ തൻ്റെ കഴുത്തിൽ ചാർത്തുക. व्यर्थ व डिस्टर्ब करने वाले बोल से मुक्त बनो तो अव्यक्त फरिश्ता बनने में बहुत मदद मिलेगी. വ്യർത്ഥത അഥവാ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന വാക്കുകളിൽ നിന്നും മുക്തനായിരിക്കുക. അപ്പോൾ അവ്യക്ത ഫരിസ്തയാകുവാൻ വളരെയധികം സഹയോഗം ലഭിക്കും. സ്ലോഗൻ. जो स्वयं को परमात्मा प्यार के पीछे कुर्बान करते हैं ആരാണോ സ്വയം തന്നെ പരമാത്മ സ്നേഹത്തിൽ അർപ്പണം ചെയ്യുന്നത് സഫലത ഉൻകെ ഗലെ കെ മാല ബൻ ജാതി ഹെ. സഫലത അവരുടെ കഴുത്തിലെ മാലയായി ചാർത്തപ്പെടുന്നു. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. ओम शांति.